പ്രധാനപ്പെട്ട ഒരു യോഗം ഇപ്പോൾ ജസ്റ്റ് സമാപിച്ചിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ആ ഉന്നതതല യോഗമാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത്. അതിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉണ്ടായിരുന്നു, സംയുക്ത സൈനിക മേധാവി ഉണ്ടായിരുന്നു, 3 സേനാ മേധാവിമാർ പങ്കെടുത്ത അസാധാരണമായ ഒരു യോഗമായിരുന്നു. നാളെ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട യോഗത്തിന് മുന്നോടിയായി ചേർന്ന യോഗമാണ്. വളരെ പെട്ടെന്ന് ആ യോഗത്തിന്റെ വിശദാംശങ്ങളുമായി ജസ്റ്റ് ഒന്ന് ശ്രീനാഥിലേക്ക് പോയിട്ട് വരാം. ശ്രീനാഥ്, ആ യോഗത്തിന്റെ അജണ്ട എന്തായിരുന്നു എന്ന് ചോദിക്കുന്നില്ല. അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അതിന്റെ സീക്രസി നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള സൂചന ആ യോഗത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ ശ്രീനാഥ്? ഹാഷ്മി, ഏതായാലും 7 ലോക് കല്യാൺ മാർഗിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലെ യോഗം കഴിഞ്ഞ് അല്പസമയം മുമ്പാണ് സേനാ മേധാവിമാർ അടക്കമുള്ളവർ പുറത്തേക്ക് പോയത്. പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തതുമാണ്. ഈ യോഗത്തിൽ നിന്നുള്ള ചില വിവരങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു, ഭീകരവാദത്തിന് തക്കതായ ശിക്ഷ മറുപടി നൽകുക എന്നത് നമ്മുടെ ശക്തമായ ദേശീയ ദൃഢനിശ്ചയമാണെന്ന് പ്രധാനമന്ത്രി ഈ സേനാ മേധാവിമാരോട് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ സായുധ സേനയുടെ പ്രൊഫഷണൽ കഴിവുകളിൽ പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇതിനോടകം തന്നെ ഈ യോഗത്തിൽ ഈ സേനാ വിഭാഗങ്ങളുടെ തയ്യാറെടുപ്പുകൾ ഏതൊക്കെ തരത്തിലുണ്ട് എന്ന കാര്യത്തിൽ വിശദീകരിച്ച് നൽകിയതാണ്. കാരണം ഇന്നിപ്പോൾ പാകിസ്ഥാൻ ഈ എയർഫോഴ്സിന്റെ അഭ്യാസ പ്രകടനം നടത്തുന്നുണ്ട്. അവർ അതിർത്തിയിലേക്ക് കൂടുതൽ സേനാ വിന്യാസം ഇതിനോടകം തന്നെ നടത്തിയിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ സായുധ സേനയുടെ, ഇന്ത്യൻ എയർഫോഴ്സ്, ആർമി, നേവി ഇതിന്റെയൊക്കെ തന്നെ തയ്യാറെടുപ്പ് ഏത് തരത്തിലാണ് എന്ന് പ്രധാനമന്ത്രിയോട് വിശദീകരിച്ച് നൽകുകയും ചെയ്തു. നമ്മുടെ പ്രതികരണത്തിന്റെ രീതി എന്തായിരിക്കണം, അതിന്റെ ലക്ഷ്യം, ഈ സമയക്രമം എന്നിവ തീരുമാനിക്കുന്ന കാര്യത്തിൽ സേനയ്ക്ക് പറയാനുള്ള, സേനയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യവും ഉണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ് സേനയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം പ്രധാനമന്ത്രി നൽകി എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ നാളെ നടക്കാൻ പോകുന്ന യോഗത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രിക്ക് നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം കൂടി സേന നൽകിയിട്ടുണ്ട്. അങ്ങനെ നാളെ സുരക്ഷാ ചുമതലയുള്ള മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ നമുക്കറിയാം, ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം നടക്കുന്ന രണ്ടാമത്തെ യോഗം, ആദ്യത്തെ യോഗം എത്രത്തോളം നിർണായകമായിരുന്നു, എത്രത്തോളം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തു എന്ന് നമ്മൾ കണ്ടതാണ്. രണ്ടാമത്തെ യോഗത്തിനും ആ തരത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ്, അതിന് മുന്നോടിയായുള്ള പ്രധാനപ്പെട്ട യോഗമാണ് അല്പസമയം മുമ്പ് പൂർത്തിയായത്.